എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 6-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ അതായത് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നാളെ മുതൽ അതായത് ജൂലൈ 3 മുതൽ ജൂലൈ 4-ാം തീയതി വരെ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വൺ ടൈം എഡിറ്റിംഗ് സൗകര്യമാണ്. വൺ ടൈം എഡിറ്റിംഗ് സൗകര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തവണ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു എഡിറ്റിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ കംപ്ലീറ്റ് ആയി. അതായത് പിന്നീട് ആ ഒരു എഡിറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് വൺ ടൈം എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ ഓപ്ഷൻസിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ആദ്യമേ തന്നെ തീരുമാനിച്ച ശേഷം മാത്രം എഡിറ്റിംഗ് ചെയ്യാൻ നോക്കുക. കാരണം ഒറ്റത്തവണ മാത്രമാണ് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത ശേഷം FOUGP എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അത് ആപ്ലിക്കേഷനല്ല ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടൈമിങ്ങിൽ ഈ ഒരു FOUGP 2026-27 എഡിറ്റിംഗ് ഓപ്ഷൻ എഡിറ്റിംഗ് ലിങ്ക് വരും. അപ്പോൾ ഏത് ഓപ്ഷൻ എഡിറ്റിംഗ് ലിങ്ക് ആയിരുന്നാലും അത് ലോഗിൻ പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ പേജിലേക്ക് പോകുന്നതും നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്യാപ് ഐഡിയോ സെക്യൂരിറ്റി കീയോ മറന്നു പോകുന്ന സാഹചര്യത്തിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണുന്നതും ആ ഒരു സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പേജിൽ നൽകുകയും അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇമെയിൽ മുഖാന്തരം SMS മുഖാന്തരം അയച്ചു തരുന്നതായിരിക്കും. ഇതിനുശേഷം ആ ഒരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. പ്രൊഫൈൽ പേജിൽ വന്ന ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഒരു ടാബ് കാണാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് അതായത് ഇവിടെ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാബിൽ ക്ലിക്ക് ഹിയർ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി കീ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എഡിറ്റിംഗ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്നിവ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൺ ടൈം എഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ ആ എഡിറ്റുകൾ ചെയ്യണോ എന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങൾ തീരുമാനിച്ച ശേഷം മാത്രമായിരിക്കണം ഈ ഒരു അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ അത് പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ആണെങ്കിൽ അവർക്ക് പുതിയ ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ ഏതെങ്കിലും കോളേജിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പുതിയ കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് കോഴ്സ് തന്നെയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ആ ഒരു കോളേജ് കോഴ്സ് തന്നെ മതി, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 1-2 ഓപ്ഷനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വൺ ടൈം എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതായത് ഒറ്റത്തവണ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നിലധികം തവണ നിങ്ങൾക്ക് അതായത് ഒരു തവണ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും വീണ്ടും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ വീണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും ഫൈനലായിട്ട് കൺഫർമേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൺഫർമേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ 1-2 ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള അവിടെയുള്ള ക്ലിക്ക് ചെയ്യാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യുകയോ കോളേജ് കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ എഡിറ്റുകളും ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനലായിട്ട് കൺഫേം ചെയ്യുക. ഫൈനലായിട്ട് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള അവിടെയുള്ള ക്ലിക്ക് ചെയ്യാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും പുതിയൊരു കോളേജ് നിങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ അലോട്ട്മെൻറ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ കോളേജിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതേസമയം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ നിലവിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഏതെങ്കിലും കോളേജിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയതുണ്ടാവും, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയ, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സീറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെ നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കോഴ്സിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു ഘട്ടത്തിൽ പുതിയ ഓപ്ഷനുകൾ നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ കിട്ടിയ കോളേജിൽ തന്നെ വേറൊരു കോഴ്സിലേക്ക് മാറണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ കിട്ടിയിട്ട് നിങ്ങൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സീറ്റ് തന്നെ മതി, ഇനി മറ്റ് ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ അതായത് ഹയർ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകളെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികളും പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്ന വിദ്യാർത്ഥികളും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപേക്ഷയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റത്തവണ എഡിറ്റിംഗ് കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഒരു തവണ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കില്ല. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എഡിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ആദ്യം കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതായിരിക്കില്ല, പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടില്ല എങ്കിൽ നിലവിൽ കിട്ടിയ സീറ്റിൽ തന്നെ തുടരാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ളവരാണെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് നിലവിൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം അഡ്മിഷൻ നേടാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ പുതിയ കോളേജ് കോഴ്സുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ജൂലൈ 3-4 തീയതി അത് നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ രീതിയിൽ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള വൺ ടൈം എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.